ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഡേ, ഫുള്ളായിട്ടില്ലെങ്കിലും കഴിയുന്നത് പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമാവുന്നവർ മാത്രം ചെയ്താൽ മതി, ഇല്ലാത്തവർ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടമാവണമെങ്കിലും ഇഷ്ടമില്ലെങ്കിലും കമൻറ്റുകൾ പറയണം കേട്ടോ. എന്താണ് പ്രശ്നം, എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും മക്കളും കൂടി പുറത്തേക്കുള്ള കളി പരിപാടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കളവിടെ കളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മ വന്നത് കേട്ടോ. ഒരു പേപ്പറായിട്ട് സാധനങ്ങൾ ലിസ്റ്റ് എഴുതാൻ കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതുകയാണ് കേട്ടോ. എഴുത്ത് കണ്ടാൽ വിചാരിക്കും വലിയ എന്തോ സംഭവം ഇതാണെന്ന്. പക്ഷേ ഇതാണ് കേട്ടോ എഴുതുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള കേട്ടോ എഴുതുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഉമ്മാക്ക് എഴുതി കൊടുത്തിട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ എഴുത്തുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. മോനിക്ക് എഴുതി കൊടുക്കാനുണ്ടാകുമ്പോഴൊക്കെ എഴുതാനുണ്ട്, അല്ലാതെ ഇങ്ങനെ എഴുതലൊന്നുമില്ല. എന്നാലും ഇനി ഞാൻ എഴുതണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, എന്നാലും കഴിയുന്നത് പോലെയൊക്കെ എഴുതണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. മക്കൾ ഉറങ്ങുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ, അല്ലാതെ അവൻ്റെ മുന്നിൽ നിന്ന് ഇതൊന്നും നടക്കില്ല കേട്ടോ. എഴുത്ത് കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ ജേണലൊക്കെ ഉണ്ടല്ലോ, എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും രാത്രി അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ എഴുതണമെന്ന് കരുതുന്നുണ്ട്. നടക്കട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിവിടെ ഓട്ടാട ആയിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഓട്ടാട, പക്ഷെ ഞാനൊരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇട്ട് കുടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ചായ ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, ഉമ്മ ഉണ്ടാക്കിയ ചായയാണ്. അപ്പോൾ മധുരം കുറച്ചിട്ട് കേട്ടോ ഞാൻ എപ്പോഴും ചായ കുടിക്കൽ. മധുരം ഒരുപാട് ഇട്ടാൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മധുരം കുറവുള്ള ഒരു ചായ കുടിച്ചിട്ടോ. നല്ല അടിപൊളി ചായ ആയിരുന്നു. പിന്നെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റും റൂമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോയിട്ടോ. ഇത് നമ്മൾ നേരത്തെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്തായാലും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. കാരണം എണീക്കുമ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്നുണ്ടാവും, ചിലപ്പം അവർ നേരത്തെ എണീക്കും. അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് അപ്പം തന്നെ ചെയ്യാൻ പറ്റാറില്ല. കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്യാറ്. ഈ റൂമിൽ 2 കട്ടിലുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 കട്ടിലുണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റേതിൻ്റെ ബെഡ്ഷീറ്റും ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാ റൂമത്തെ ബെഡ്ഷീറ്റും ഇതൊക്കെ വിരിച്ചിട്ടുണ്ടൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ റൂമിലേക്കും പോകാനുള്ള പെർമിഷനൊക്കെ ഉള്ളത് നമ്മളെ വീട്ടിലാണല്ലോ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അവിടെ നമുക്ക് പരിമിതികളുണ്ടല്ലോ. എല്ലാ റൂമിലും അവരുടേതായ ആൾക്കാരും സ്പേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലായിടത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇത് പിന്നെ മറ്റേ റൂമാണ് കേട്ടോ. അടുത്ത റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി. പിന്നെ കർട്ടനുകളൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് ചില ജനലുകളൊക്കെ തുറന്നിടണുള്ളൂ കേട്ടോ. എല്ലാ ജനലും തുറന്നിടാൻ ഇപ്പം സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ചെരുപ്പൊന്ന് അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് കരുതി. ഇതാണ് കേട്ടോ ചെരുപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണ ഈ മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് തോന്നുന്നുണ്ട് എല്ലാവരുടെ കാലിലും ഇത് തന്നെയാണ് കാണാറ്. അപ്പോൾ ഈ ചെരുപ്പ് നല്ലപോലെ ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ബ്രഷാട്ടത് പഴയ ബ്രഷാണ്. ആ ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ നല്ല ക്ലീനൊക്കെ ചെയ്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് കാണാൻ പുതിയതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കിണറിൻ്റെ മുകളിലാട്ടോ ഉണക്കാൻ വെച്ചിട്ടുള്ള. അവിടെ നല്ല വെയിലാണ്, അപ്പോൾ അവിടെ വെച്ച് ഉണങ്ങിക്കോളും. പിന്നെ നമുക്ക് അടുത്തുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമുള്ള കേട്ടോ. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നേരത്തെ എഴുതി വെച്ച സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഈ കണ്ടെയ്നറിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയാണല്ലോ. ഇത് അന്ന് കൊണ്ടുവന്നാൽ തന്നെ നല്ല കഴുകി ഉണക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് ഒന്നുകൂടെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ആക്കി വെക്കുകയാണ്. എന്തൊക്കെയോ നിറക്കുന്നുണ്ട്. ഉപ്പ്, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറച്ച് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ തന്നെ എന്താ ഭംഗി.
അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ആക്കി വെച്ച സംഭവങ്ങളും സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം, ലഞ്ച്. അങ്ങനെ ലഞ്ചിനിന്ന് കോരക്കറിയായിരുന്നു കേട്ടോ. കോര എന്ന് തന്നെയാണോ നിങ്ങളൊക്കെ പറയൽ എനിക്കറിയില്ല, ഇവിടെ അതിന് കോര എന്നാണ് പറയൽ. കോര തേങ്ങ അരച്ച് വെച്ച കറി, വെണ്ടക്ക ഉപ്പേരി, ചിക്കൻ പൊരിച്ചത്, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ച് കഴിച്ചിട്ടോ. ഈ ചിക്കൻ കഷ്ണത്തിന് ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയിൽ, മോനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതുപോലെ വെറൈറ്റി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുള്ളവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.